ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 1.5 kg വെയിറ്റ് വരുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ കേക്ക് ഞാൻ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കട്ട് ചെയ്യാനായി ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ഫ്ലോർ അളന്നെടുക്കാം. 1.5 കിലോ കേക്ക് ആയതിനാൽ ടോട്ടൽ 1.5 കപ്പ് ഫ്ലോർ ആണ് വേണ്ടത്. അതിനായിട്ട് 240 ml മെഷറിംഗ് കപ്പിൽ 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. എൻ്റെ കൊക്കോ പൗഡർ ലൈറ്റ് കൊക്കോ പൗഡർ ആയതിനാലാണ് ഞാൻ 6 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. ഡാർക്ക് ആണെങ്കിൽ 5 ടേബിൾ സ്പൂൺ ആയാലും മതി. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി മൈദ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് ഫ്ലോറായി. ഇനി 1/2 കപ്പ് ഫ്ലോർ കൂടി ചേർക്കാം. അതിനുശേഷം 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/4 ടീസ്പൂണും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് അരിച്ചെടുക്കുക. ഒന്നുകിൽ ഒരു തവണ അരിച്ച് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ 3 തവണ അരിക്കുകയോ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഒരു തവണ അരിച്ച് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റാം. അതിനുശേഷം ഡ്രൈ ആയ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 6 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. കൂടാതെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് മുട്ട നന്നായി പതപ്പിച്ചെടുക്കാം. മുട്ട ഇപ്പോൾ നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ല ഓഫ് വൈറ്റ് കളറാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഹൈറ്റ് ഉള്ളതും സോഫ്റ്റ് ആയതുമായ കേക്ക് കിട്ടുകയുള്ളൂ. എഗ് ഇതാ നല്ല ഓഫ് വൈറ്റ് കളറായി കിട്ടിയിരിക്കുകയാണ്. ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കണം എഗ്ഗിനെ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 കപ്പും 2 ടേബിൾ സ്പൂണും ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ബീറ്ററിന്റെ സ്പീഡ് ലോയിലിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. കൂടാതെ 20-30 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓയിൽ ചേർത്ത് കൂടുതൽ സമയം ബീറ്റ് ചെയ്താൽ ഫ്ലഫി ആയി വന്ന എഗ്ഗൊക്കെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് എഗ്ഗിലേക്ക് ഫ്ലോർ മിക്സ് ചെയ്യാം. ഞാൻ അരിപ്പയിലൂടെ അരിച്ചെടുത്താണ് ഫ്ലോർ മിക്സ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്താൽ പൊങ്ങി വന്ന ഫ്ലഫി ആയ എഗ്ഗിലേക്ക് വളരെ സാവധാനം മാത്രമേ ഫ്ലോർ വീഴുകയുള്ളൂ. എന്നിട്ട് 3-4 തവണകളായി കുറച്ചായി ഫ്ലോർ ഇട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം.
ഇതുപോലെ വളരെ സാവധാനം മാത്രമേ ഫ്ലോർ മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അല്ലാതെ വിസ്ക് ഉപയോഗിച്ച് കുത്തി ഇളക്കാനൊന്നും പാടില്ല. അങ്ങനെ ചെയ്താൽ പൊങ്ങി വന്ന എഗ്ഗിലെ എയർ ബബിൾസ് എല്ലാം പൊട്ടിപ്പോയി കേക്ക് നല്ല രീതിയിൽ കിട്ടുകയില്ല നമുക്ക്. വീഡിയോ കൂടുതൽ ലെങ്തി ആവാതിരിക്കാൻ ഫ്ലോർ മിക്സ് ചെയ്യുന്ന ബാക്കി ഭാഗം ഞാൻ സ്പീഡിലാണ് കാണിക്കുന്നത്. സാധാരണ ഞാൻ ബാറ്റർ റെഡിയാക്കുമ്പോൾ ഫ്ലോർ ചേർക്കുന്നതിനിടയിൽ ആൾട്ടർനേറ്റ് ആയിട്ടാണ് പാല് ചേർക്കാറുള്ളത്. ഇവിടെ ഞാൻ ഫ്ലോർ മിക്സ് ചെയ്യുന്നതിനിടയിൽ പാല് ചേർക്കുന്ന കാര്യം വിട്ടുപോയി. അതുകൊണ്ട് ലാസ്റ്റ് ഭാഗം ഫ്ലോർ മിക്സ് ചെയ്യുന്ന ടൈമിലാണ് പാല് ചേർത്തത്. 1/4 കപ്പും 2 ടേബിൾ സ്പൂണുമാണ് പാല് ചേർത്തത്. എന്നിട്ട് എല്ലാം കൂടി പതിയെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായി സ്പാച്ചുല ഉപയോഗിച്ച് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബൗളിനടിയിൽ മിക്സ് ആവാത്ത ഫ്ലോർ എങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി മിക്സ് ആവാൻ വേണ്ടിയാണ് ലാസ്റ്റ് സ്പാച്ചുല ഉപയോഗിച്ച് ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് 9 ഇഞ്ച് ബേക്കിംഗ് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ തന്നെ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ടാപ്പ് ചെയ്യുക. ഞാനിവിടെ അടുപ്പിൽ വെച്ചാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു അലുമിനിയം ചെമ്പ് 10 മിനിറ്റ് മുന്നേ ഹൈ ഫ്ലെയിമിൽ ഉപ്പിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ ഉപ്പ് ചേർക്കാതെ തന്നെ കേക്ക് ചെയ്തെടുക്കാറുമുണ്ട്. ഇനി ബാറ്റർ ചെമ്പിൽ ഇറക്കി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 50 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 170 ഡിഗ്രിയിൽ 50 മിനിറ്റ് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇനി ചെമ്പിനെ ഒരടപ്പ് വെച്ച് മൂടി അതിനു മുകളിൽ ഒരു വെയിറ്റ് കൂടി വെച്ച് കേക്ക് ബേക്ക് ആവാനായി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അടപ്പ് തുറന്നു നോക്കി കേക്ക് ബേക്കായോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റിക്ക് നല്ല ക്ലീൻ ആയി തന്നെ വരുന്നുണ്ട്. കേക്ക് നല്ല രീതിയിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കേക്കിനെ പുറത്തെടുത്ത് തണുക്കാനായി മാറ്റി വയ്ക്കാം. കേക്ക് തണുക്കുന്ന ടൈമിൽ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലൊരു 1/4 ഭാഗം മാത്രം വെള്ളം ഒഴിച്ച് അത് തിളപ്പിക്കാനായി വയ്ക്കാം. എന്നിട്ട് ഞാൻ അതിനു മുകളിൽ ചോക്ലേറ്റ് ഇട്ട ബൗള് ഇറക്കി വയ്ക്കുന്നുണ്ട്.
ചോക്ലേറ്റ് 1 കപ്പാണ് എടുത്തത്, കൂടാതെ വിപ്പിംഗ് ക്രീം 1/2 കപ്പും. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ബട്ടർ കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്യാനായി ചോക്ലേറ്റിന്റെ ബൗൾ ഇറക്കി വെച്ച ശേഷം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്യാസിന്റെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം മാത്രമേ ആക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ താഴെ തിളക്കാനായി വെച്ച വെള്ളം കൂടുതൽ തിളച്ച് അതിൽ നിന്ന് വരുന്ന ആവി ചോക്ലേറ്റിലേക്ക് തട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആവി ചോക്ലേറ്റിലേക്ക് തട്ടിയാൽ ചോക്ലേറ്റ് മെൽറ്റ് ആവാതെ പോകും. ഇപ്പോൾ ചോക്ലേറ്റ് എല്ലാം മെൽറ്റായി ഗനാശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഡ്രൈ ആയ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുന്നതിന് മുന്നേ ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ ഐസ് കട്ട പൂർണ്ണമായും മാറി ഇതുപോലെ ലിക്വിഡ് കൺസിസ്റ്റൻസിയിലായ ശേഷം മാത്രമേ ബീറ്റ് ചെയ്യാനായി തുടങ്ങാൻ പാടുള്ളൂ. കൂടാതെ ബീറ്റ് ചെയ്യാൻ എടുത്ത ബൗളിലോ ബീറ്ററിൻ്റെ ബ്ലേഡിലോ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ വിപ്പിംഗ് ക്രീം ബീറ്റായി കിട്ടില്ല. ഇനി ക്രീം ബീറ്റ് ചെയ്ത് തുടങ്ങാം. ബീറ്ററിൻ്റെ സ്പീഡ് ലോയിൽ തുടങ്ങി മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്ത് ക്രീം റെഡിയാക്കി എടുക്കാം. ക്രീം എങ്ങനെയാണ് പെർഫെക്റ്റായി ബീറ്റ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. ആവശ്യമുള്ളവർക്ക് പോയി കാണാം. അങ്ങനെ ക്രീം ഇവിടെ പെർഫെക്റ്റായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കണം ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ബൗളെടുത്ത് കമിഴ്ത്തി വെച്ചാൽ പോലും ക്രീം വീഴാൻ പാടില്ല. ഇനി ബീറ്റ് ചെയ്തെടുത്ത ക്രീമിൽ നിന്ന് ഫില്ലിങ്സിനായി കുറച്ച് ക്രീം എടുത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് 4-5 സ്പൂണ് ചോക്ലേറ്റ് ഗനാശ ചേർത്ത് ചോക്ലേറ്റ് ക്രീം റെഡിയാക്കി എടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ തണുക്കാനായി മാറ്റിവെച്ച കേക്കിനെ ഞാൻ 3 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. കേക്ക് ബോർഡ് ടേൺ ടേബിളിൽ നിന്നും തെന്നി മാറാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ടിഷ്യൂ നനച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ കേക്ക് ബോർഡ് വെക്കാം. ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം കേക്ക് ബോർഡിന് നടുവിലായി കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കാം. എന്നിട്ട് അതിനെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിന് മുകളിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്യാം. അങ്ങനെ രണ്ടാമത്തെ ലെയർ കേക്കും വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് അതിന് മുകളിൽ ക്രീം അപ്ലൈ ചെയ്യാം. എന്നിട്ട് ചോക്ലേറ്റ് ഗനാഷെ കൂടി സ്പ്രെഡ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ച് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് കേക്കിന് മുകളിലും സൈഡിലുമായി കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത്
കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് സെറ്റ് ആവാനായി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഫൈനലൈസിങ് ചെയ്യാം. അരമണിക്കൂറിന് ശേഷം കേക്കിനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഫൈനലൈസിങ് ചെയ്യാം. വൈറ്റ് കളർ ക്രീം കൊണ്ട് തന്നെയാണ് ഞാൻ ഫൈനലൈസിങ് ചെയ്യുന്നത്. എന്നിട്ട് കേക്കിൻ്റെ മുകളിലും സൈഡിലുമായി കുറച്ചധികം ക്രീം അപ്ലൈ ചെയ്ത് ഫൈനലൈസിങ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ കേക്കിനെ ഫൈനലൈസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിന് മുകളിൽ ലേസർ പ്രിൻ്റാണ് വെക്കാനുള്ളത്. അതിനു മുന്നേ ഫൈനലൈസിങ് ചെയ്തതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഞാൻ കേക്കിനെ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. 1 മണിക്കൂറിന് ശേഷം കേക്കിനെ പുറത്തെടുത്ത് അതിന് മുകളിൽ ലേസർ പ്രിൻ്റ് വയ്ക്കാം. ഞാൻ ഈ പ്രിൻ്റ് സ്റ്റുഡിയോയിൽ നിന്നാണ് എടുത്തത്. നമ്മുടെ കയ്യിലുള്ള ഫോട്ടോയുടെ സോഫ്റ്റ് കോപ്പി സ്റ്റുഡിയോയിൽ കൊടുത്താൽ അവിടുന്ന് നമ്മൾക്ക് ഇതുപോലത്തെ ലേസർ പ്രിൻ്റ് റെഡിയാക്കി തരും. എന്നിട്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതുപോലെ കേക്കിൽ അറ്റാച്ച് ചെയ്യാം. ഇത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു പേപ്പറാണ്. സാധാരണ കടലാസ് പോലെയൊന്നുമല്ല. കേക്കിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പല്ല. എഡിബിൾ അല്ല ഇത്, എന്നാൽ കേക്കിലൊക്കെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷീറ്റ് തന്നെയാണ്. പ്രിൻ്റ് വെച്ചതിന് ശേഷം സ്റ്റാർ നോസിൽ ഉപയോഗിച്ച് ഇതുപോലെ ബോർഡർ കൊടുക്കാം. അതിനുശേഷം കേക്കിൻ്റെ താഴെ ചുറ്റുമായി ഐസിങ് നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്യാം. എന്നിട്ട് കേക്ക് ബോർഡിൽ ഫോണ്ടന്റിൽ എഴുതിയ ഹാപ്പി ആനിവേഴ്സറി എന്നുകൂടി വയ്ക്കാം. അതിനുശേഷം കേക്കിൻ്റെ താഴെ സൈഡിലായി ഫോണ്ടന്റിൽ റെഡിയാക്കി വെച്ച കുറച്ച് ഹാർട്ട്സും ഫ്ലവേഴ്സും വയ്ക്കുന്നുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ സൈഡിൽ ചുറ്റുമായി ചെറിയ ചെറിയ ഹാർട്ട്സ് കൂടി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.